അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. പ്രിയമുള്ള സാദാത്തുക്കളെ, പണ്ഡിത വരേണ്യരെ, കാരണവന്മാരെ, മുതഅല്ലിമീങ്ങളെ, സ്നേഹം നിറഞ്ഞ യുവ സഹോദരങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം അൽഹംദുലില്ലാഹി അൽഫമറ മജ്‌ലിസുൻ നൂറിൻ്റെ 3ാമത് വാർഷികം പ്രതീക്ഷക്കപ്പുറത്തേക്കുള്ള ഒരു വിജയത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചെറുമട്ടത്തിൽ ഒരു വാർഷികമാഘോഷം ആരംഭിക്കാം, നടത്താമെന്നുള്ള ചിന്ത മജ്‌ലിസുൻ നൂർ നേതൃത്വം നൽകുന്ന നമ്മുടെ ചെറുപ്പക്കാരായ ആളുകളൊക്കെ, നമ്മുടെ ഇതിൻ്റെ പ്രവർത്തകരൊക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ, എന്നാൽ ആ ഒരു വാർഷികമാകാം എന്ന രൂപത്തിൽ വളരെ പെട്ടെന്ന്, കൂടുതൽ ദിവസങ്ങളില്ലാതെ വളരെ പെട്ടെന്ന് സംഘടിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്ഥലപരിമിതിയും അതുപോലെ തന്നെ മറ്റ് ചില അസൗകര്യങ്ങളുമൊക്കെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഒരു സംഘാടകൻ എന്നുള്ള നിലയിൽ അതിന് ക്ഷമ ചോദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിൽ ഇതിലും വിപുലമായ സദസ്സുകൾ, കേരളത്തിലെ അതിപ്രഗത്ഭരായ പ്രഭാഷകരെ അണിനിരത്തിയുള്ള വാർഷികങ്ങൾ, മഹാന്മാരായ അസ്ഹാബുൽ ബദറിൻ്റെ അപദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്ന സദസ്സുകൾ ഒരുക്കാൻ നിങ്ങളുടെ ഈ അകമഴിഞ്ഞ പിന്തുണ ഞങ്ങൾക്ക് പ്രചോദകമാകുകയാണ്. ഞാൻ സുദീർഘമായ ഒരു സ്വാഗത ഭാഷണം നടത്തുന്നില്ല, എങ്കിലും 1-2 കാര്യങ്ങളെ വിഷയമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കേരളക്കരയിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ കൈത്തിരി ആരംഭ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. ചരിത്രത്തിൽ 1-ലധികം സൂചനകൾ അതുമായി നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഇന്ത്യയിൽ നിന്ന് രാജാവ് കടന്നു വന്നു. ഫഅഹ്ദാ ഇലൈഹി ജറത്തൻ ഫീഹി സൻജബീൽ, ഇഞ്ചി അടങ്ങുന്ന ഒരു ഭരണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൈമാറുകയും അതിൽ ആ ഭരണി സ്വീകരിച്ചുകൊണ്ട് അതിലുള്ള ഇഞ്ചി അടങ്ങുന്ന കഷ്ണങ്ങൾ, ഇഞ്ചിയുടെ കഷ്ണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ കൂടിയിരുന്ന സ്വഹാബത്തിന് വിതരണം ചെയ്യുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്കും ഇഞ്ചിയുടെ ഒരു കഷ്ണം കിട്ടിയെന്ന്. ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് അങ്ങകലെ അറേബ്യയിലേക്ക് പോയ ചേരമാൻ പെരുമാൾ ഇന്ന് ഒമാനിലെ സലാലയിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തെ പോലെ തെങ്ങും കമുങ്ങും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന മുഴുവൻ വസ്തുക്കളും തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശത്ത്, ഇന്ന് നമ്മുടെ നാട്ടിനെ പോലെയുള്ള ഒരു പ്രദേശത്ത് എന്തിയിറങ്ങുന്ന ചേരമാൻ പെരുമാളാണ്. അതുപോലെ തന്നെ ഇരിക്കൂർ, കണ്ണൂർ ഇരിക്കൂരിനടുത്ത നിലാമുറ്റം എന്ന് പറയുന്ന പ്രദേശം, അവിടെ സ്വഹാബത്താണ് മറവിട്ട് കിടക്കുന്നത് എന്ന് ചരിത്രത്തിൽ വ്യക്തമായ സൂചനകളുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിൽ നമ്മുടെ പാരമ്പര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇസ്ലാം എത്തി എന്നതിൻ്റെ അർത്ഥം
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച, അവിടുത്തെ കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ച സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുമാണ് കേരളത്തിൽ ദീനിൻ്റെ പ്രബോധനം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1300 കൊല്ലക്കാലം, പ്രത്യേകിച്ച് എൻ്റെ യുവ സുഹൃത്തുക്കളൊക്കെ, എൻ്റെ സമപ്രായക്കാരൊക്കെ പ്രത്യേകം ആലോചിക്കണം. 1300 കൊല്ലക്കാലം, ഒരു നൂറ്റാണ്ടല്ല, 2 അല്ല, 3 അല്ല, 13 നൂറ്റാണ്ട്, 13 നൂറ്റാണ്ട് ഇസ്ലാമിൻ്റെ ആചാര അനുഷ്ഠാന കർമ്മ വിശ്വാസ കാര്യങ്ങളിൽ ഒരുപോലെയായിരുന്നു കേരളീയ സമൂഹം. എത്ര കാലം? 1300 കൊല്ലം. ഒരാളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലായിരുന്നു. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ നമ്മുടെ പാരമ്പര്യം നമ്മൾ ഓർക്കണം. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ദീൻ വന്നിട്ട് 1300 കൊല്ലം, 13 നൂറ്റാണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ലെന്ന് ഓർക്കണം. മരണപ്പെട്ട സ്ഥലങ്ങളിൽ ഖുർആൻ ഓതുമായിരുന്നു, ബദറിൻ്റെ ബദരീങ്ങളുടെ പറ്റി പറയുമായിരുന്നു, പാടുമായിരുന്നു. ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ലായിരുന്നു. എത്ര കൊല്ലം? 1300 കൊല്ലം. ലോകോത്തര പണ്ഡിതന്മാർ ഇവിടെ കേരളത്തിൽ പഠനം നടത്തിയിട്ടുണ്ട്. മിസ്റിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്, ഇന്തോനേഷ്യയിൽ നിന്ന്, മലേഷ്യയിൽ നിന്നടക്കം പണ്ഡിതന്മാർ വിജ്ഞാനം തേടി മലബാറിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിലേക്ക് പായക്കപ്പൽ കയറി എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ വൈജ്ഞാനിക രംഗത്ത് കേരളത്തിൻ്റെ പാരമ്പര്യം നമ്മളൊരു വേള ആലോചിക്കേണ്ടതുണ്ട്. ചരിത്രം പഠിക്കാൻ ചിലപ്പോൾ നമുക്ക് മറന്നുപോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ചരിത്രം സമ്പുഷ്ടമാണ്, നമ്മുടെ പാരമ്പര്യം സമ്പുഷ്ടമാണ്. ഇതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 1300 കൊല്ലക്കാലം നമ്മൾ നടത്തിയ കാര്യങ്ങളൊക്കെ നടത്താൻ, അതിനെതിരെ വരുന്ന അപശബ്ദങ്ങളെ നേരിടാൻ കേരളത്തിലെ ഉലമാ സമൂഹം ഒരുമിച്ച് നിന്നപ്പോഴാണ് നമുക്കും ഈ കൈത്തിരി കെടാതെ കിട്ടിയിട്ടുള്ളത്. ഇത് ഇവിടെ നിലനിന്ന് പോകണമെന്നാണ് ഇത്തരം മജ്‌ലിസുന്നൂറുകളെ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. അൽഹംദുലില്ലാ 3 വർഷമായി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിലും മജ്‌ലിസുന്നൂർ നടന്നു വരുന്നു. വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ മജ്‌ലിസുന്നൂർ. പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ, പലരും തങ്ങൾ പറഞ്ഞതുപോലെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. നമ്മുടെ മജ്‌ലിസുന്നൂർ എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യ വ്യാഴാഴ്ചയാണ് നടത്താറുള്ളത്. താല്പര്യപ്പെടുന്ന ആളുകൾ പറയും, എൻ്റെ വീട്ടിലൊരു മജ്‌ലിസുന്നൂർ നടത്തണം. ഇവിടെ കൂടിയിട്ടുള്ള ഈ ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും സാധാരണക്കാരുമെല്ലാം ഒരുമിച്ച് വരും. അവിടെ നിന്ന് ബദർ ഇപ്പോൾ ഇവിടെ നേരത്തെ ചൊല്ലിയതുപോലെ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ആ മജ്‌ലിസുന്നൂറിൻ്റെ ഏടുകളിൽ ബഹുമാനപ്പെട്ട പണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ, മഹാനവറുകൾ പ്രത്യേകം ഇജാസത്ത് നൽകിയിട്ടാണ് ഇന്ന് 5000-ലധികം മജ്‌ലിസുകൾ കേരളത്തിനകത്തും പുറത്തും വിദേശത്തും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ മജ്‌ലിസും. നിങ്ങൾക്ക് നൽകിയപ്പെട്ട ആ ഏടിലുള്ളതുപോലെ 60 ബൈത്തടങ്ങുന്ന പഴയ കാലത്തൊക്കെ ചൊല്ലിയിരുന്ന ബദരിയത്തുൽ മങ്കൂസിയ എന്ന ബദർ ബൈത്താണ് അതിലുള്ളത്. അത് മഗ്‌രിബ് നിസ്കാരാനന്തരം തുടങ്ങുകയും ഇശാഓടുകൂടെ അവസാനിക്കുകയും ദുആ ചെയ്തുകൊണ്ട് പിരിയുകയുമാണ് നമ്മുടെ പതിവ്. 3 വർഷത്തിൽ ഒരു മാസവും വിട്ടുപോവാതെ വളരെ ഭംഗിയായി നടത്തിയിട്ടുണ്ട്. അതിന് മുന്നോട്ട് വന്ന ആ വീട്ടുകാരൊക്കെ ഞാൻ അഭിനന്ദിക്കുകയും അസ്ഹാബുൽ ബദറിൻ്റെ ഹക്ക് കൊണ്ട് അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുമാണ്. ഇനിയും താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവാം, അവർക്കൊക്കെ പ്രവർത്തകരുമായി ബന്ധപ്പെടാവുന്നതും ഇൻഷാ അള്ളാഹ് അതിൻ്റെ ഒരു വളഴ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് എല്ലാ ഇംഗ്ലീഷ് മാസവും, ഞാൻ എല്ലാവരുടെയും അറിവിലേക്കായി പറയുന്നു എന്ന് മാത്രം, എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യ വ്യാഴാഴ്ച മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ആരംഭിക്കും. ഇശാഓടുകൂടി ആ ബൈത്തുകൾ ചൊല്ലിത്തീർന്ന് അവിടെ കൂടിയവർക്കും ആ വീട്ടുകാർക്കും വേണ്ടി ദുആ ചെയ്യും. അവിടെ ഒരു ഡിമാൻഡുമുണ്ട്, ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാനും പാടില്ല. സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അവിടെ വരുന്ന അതിഥികൾക്ക് നിങ്ങൾക്ക് വല്ലതും നൽകാമെങ്കിലാവാമെന്നല്ലാതെ പ്രത്യേകം ഡിമാൻഡ് തന്നെ അങ്ങനെയാണ്. ഞാൻ അതിൻ്റെ ഒരു സ്ട്രക്ചർ വിശദീകരിച്ചു എന്ന് മാത്രം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ വീടുകളിൽ ഇത് ചെല്ലണം. നിങ്ങളുടെ കൈകളിലൊക്കെ ഒരു പുസ്തകം ലഭ്യമായിട്ടുണ്ട്, ആവശ്യക്കാർക്ക് അത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു മജ്‌ലിസുന്നൂറിൻ്റെ സദസ്സുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെല്ലാനുള്ള ഏട് എൻ്റെ വക എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ യുവാക്കൾ സംഭാവന നൽകിയതാണ്. അതുകൊണ്ട് ആ ഏടുകൾ ആവശ്യക്കാർക്ക്, വീട്ടിലുള്ളവർക്ക്, അത് ചെല്ലും എന്നുള്ള ആളുകൾക്ക് അത് എടുക്കാവുന്നതും അത്
പിന്നെ അത് വീട്ടിലുള്ള ആളുകൾ ധാരാളം ആളുകളുണ്ട്, അവർക്കത് സംഘാടകരെ തിരിച്ചേൽപ്പിക്കാവുന്നതുമാണ്. തീർച്ചയായും ഇതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. ഞാൻ സുദീർഘമായി പ്രസംഗിക്കുകയല്ല. നമ്മുടെ അതിഥികൾ നമ്മൾ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മൾ ക്ഷണിച്ച എല്ലാവരും നമ്മുടെ സദസ്സിലെത്തിപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് ബഹുമാനപ്പെട്ട ഷമീർ ദാരിമി കൊല്ലം, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമുക്കറിയാം ഇന്ന് കേരളത്തിൽ യുവ മനസ്സുകളുടെയൊക്കെ ഹരമായി മാറിയിട്ടില്ല. ഷമീർ ദാരിമി സൈബർ യുഗത്തിലെ ബ്രോ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുകയാണ്. ഇൻഷാ അള്ളാഹ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷവും ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ ദുആ ഉണ്ടാകും. അദ്ദേഹവും ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആമയൂർ മുദരിസ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ജിഫ്രി തങ്ങളാണ്, അദ്ദേഹവും എത്തും. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ പോകാവൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ സുദീർഘമായി ഇവിടെ സംസാരിക്കുന്നില്ല. മജ്‌ലിസുൻ നൂറിൻ്റെ ഈ സദസ്സുമായി ധാരാളം ആളുകൾ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇതിൻ്റെ പ്രവർത്തകർ ചെറുപ്പക്കാരായ ആളുകളാണ്. ഇവരൊക്കെ നമ്മൾ ഓർക്കണം, പല വേണ്ടാ തരത്തിലും പോയി പല രൂപത്തിലും നാടിനും വീട്ടുകാർക്കും തലവേദന സൃഷ്ടിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ യുവാക്കൾ ഇത്തരം നല്ല പ്രവർത്തനങ്ങളുമായി സഹകരിക്കുമ്പോൾ നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, സുമ്മ അൽഹംദുലില്ലാ. ഞങ്ങൾ വളരെ സന്തോഷഭരിതരാണ്. പക്ഷേ ചെറിയൊരു പ്രയാസം, നിങ്ങൾക്ക് സൗകര്യമൊരുക്കാൻ കഴിയാത്തതിനുള്ള ഒരു പ്രയാസം. ഇത്രത്തോളം ഇത് വിപുലപ്പെടുമെന്ന് ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുകയാണ്. തുടർന്നുള്ള എല്ലാ വാർഷികങ്ങളും വളരെ വിപുലമായ നിലയിൽ കേരളത്തിലെ പ്രഗത്ഭരായ സാദാത്തുക്കളെയും പണ്ഡിതരെയും അണിനിരത്തി നമുക്ക് നടത്തേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ സർവ്വവിധ പിന്തുണയും പ്രാർത്ഥനയും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരട്ടെ. ഇതുമായി നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ വലിയ വലിയ സംഖ്യകൾ നൽകിക്കൊണ്ട് ഞങ്ങളെ സഹായിച്ച ആളുകളുണ്ട്. അപ്രതീക്ഷിതമായി തന്നെ എന്ന് പറയാം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, വലിയൊരു സംഭവമാണ്. അള്ളാഹു ആ സഹായിച്ച ആളുകൾക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. ധാരാളം ആളുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, വാഗ്ദാനം ചെയ്ത ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അള്ളാഹ് അവർക്കൊക്കെ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ അവർ ദുആ ചെയ്തു. ഇനി സമാപന ദുആയിലും അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ബദരീങ്ങളെ സംബന്ധിച്ചും ബദരീങ്ങളുടെ മഹത്വത്തെ സംബന്ധിച്ചുമൊക്കെ പിന്നീട് വരുന്ന പ്രാസംഗികർ ധാരാളം സംസാരിക്കുമെന്നതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും സുദീർഘമായി കടക്കുന്നില്ല. എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ സദസ്സിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഈ മഹത്തായ സദസ്സിൻ്റെ പ്രാർത്ഥന ഈ മജ്‌ലിസുൻ നൂറിന് നേതൃത്വം നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് തോഹ ജിഫ്രി തങ്ങൾ, ഒമാൻ മസ്കറ്റിലെ റേഞ്ചിൻ്റെ വർക്കിംഗ് പ്രസിഡൻറ്റും ഒമാൻ ഓസ്ഫോജനയുടെ പ്രസിഡൻറ്റുമായിട്ടുള്ള സയ്യിദ് തോഹ ജിഫ്രി തങ്ങൾ നമുക്ക് മജ്‌ലിസുൻ നൂറിൻ്റെ ആദ്യ പ്രാർത്ഥന നിർവഹിച്ചു തന്നു. ഇന്ന് രാവിലെ അദ്ദേഹം നാട്ടിലെത്തിയതാണ്. യാത്രയുടെ ഒരു ക്ഷീണവും വകവെക്കാതെ നമ്മുടെ സദസ്സിൽ പങ്കെടുത്തു. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അദ്ദേഹത്തെ ഹാർദവമായി ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മജ്‌ലിസുൻ നൂറിന് നേതൃത്വം നൽകിയ പണ്ഡിതന്മാർ, അതുപോലെ തന്നെ മജ്‌ലിസുൻ നൂറിൻ്റെ സമാപന പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകിയിട്ടുള്ള നമ്മുടെ മഹല്ലത്തിൻ്റെ പ്രസിഡൻറ്റും ഈ യോഗത്തിൻ്റെ അധ്യക്ഷനുമായിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ ആദരണീയരായ സയ്യിദ് കെ സുന്നിക്കോയ തങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോടുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആദരവുകളോടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം ഏറ്റെടുക്കണമെന്ന് വളരെ താഴ്മയോടുകൂടി അപേക്ഷിക്കുകയുമാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്യുന്നത് നമുക്കറിയാം കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഭാഷകനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും സുന്നി യുവജന സംഘത്തിൻ്റെയും നേതൃത്വനിരയിലുള്ള അനർഗളം നിർഗളിക്കുന്ന വാഗ്ദാരണി വരദാനമായി ലഭിച്ച ബഹുമാനപ്പെട്ട ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈലി അവർകളാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ അദ്ദേഹം എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ചടങ്ങ് ഇവിടെ നടക്കാനുള്ളത് രണ്ട് അവാർഡ് ദാനമാണ്. പ്രത്യേകം എടുത്തു പറയേണ്ട 2 അവാർഡ് ദാനങ്ങളാണ്. ഒന്ന്, ലോകപ്രശസ്ത പണ്ഡിതൻ അബുൽ ഹസൻ അലി നദ്വി സാഹിബ് അലി മിയാൻ എന്ന് ലോകം
അറബ് ലോകം ആദരവോടുകൂടി വിളിച്ച അബുൽ ഹസൻ അലി നദ്വി സാഹിബിൻ്റെ വളരെ പ്രസിദ്ധമായ ലോകപ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് ഖസസുൻ നബിയീൻ എന്ന് പറയുന്ന അമ്പിയാക്കളുടെ ചരിത്രം പറയുന്ന ഒരു ഗ്രന്ഥം. ആ ഒരു ഗ്രന്ഥത്തിന് മലയാളത്തിലൊരു പദാനുപദ പരിഭാഷ ഒരു കൊച്ചുകുട്ടി നമ്മുടെ ഈ കുരുവമ്പലത്തിൻ്റെ വിരിമാറിൽ നിന്ന് വിജ്ഞാനം തേടിപ്പോയ ഒരു കൊച്ചുകുട്ടി അതിൻ്റെ പദാനുപദ പരിഭാഷ നിർവഹിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു ആ കുട്ടിയുടെ ആ പ്രവർത്തനം സ്വീകരിക്കട്ടെ. അത് മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. നമ്മുടെ VP കുട്ടിബ സാഹിബിൻ്റെ ഒക്കെ പേരക്കുട്ടി ആഷിഖ് എന്ന് പറയുന്ന വാണിയംകുളം മാനമുസ്ലിയാർ സ്മാരക ഇസ്ലാമിക് കോംപ്ലക്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവിടെ ചെറിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ കുട്ടിയാണ് അത് വിവർത്തനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടുകാരനാണ്. അദ്ദേഹത്തിന് നാട്ടുകാരാൽ ആദരിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ശ്രമം വളരെ വലുതാണ്. ഒരു പുസ്തകം പരിഭാഷപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ വലിയൊരു സംഭവമാണ്. അതുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ അതറിയാവുന്നതാണ്. അദ്ദേഹത്തെ, ആ കുട്ടിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്, നമ്മുടെ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയും ഈ നാടിൻ്റെ സ്നേഹാദരം അറിയിക്കുകയും ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന് ഇവിടെ അവാർഡ് സമർപ്പിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബിക് ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഡോക്ടർ മുലൈക്കത്ത് ഒരു PhD ഒക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതിൻ്റെ പിന്നിൽ വലിയ ശ്രമങ്ങളുണ്ട്. അവരെയും നാം ആദരിക്കുകയാണ്. ഈ സദസ്സിൻ്റെ ഈ നാടിൻ്റെ സ്നേഹാദരവും അഭിവാദ്യങ്ങളും പ്രത്യേകം അറിയിക്കുകയാണ്. ഈ അവാർഡ് ഇവർക്ക് സമ്മാനിച്ചുകൊണ്ട് നമ്മെ ഈ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചുകൊണ്ടും അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്യുന്നത് നമ്മുടെയൊക്കെ ബഹുമാന്യനായ സലീം കുരുവമ്പലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അവർകളെയും ഞാൻ പ്രത്യേകം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിൽ നമ്മുടെ മജ്‌ലിസുൻ നൂറിന് നേതൃത്വം നൽകുകയും പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്ത ബഹുമാന്യനായ നമ്മുടെ ഖത്തീബ് ബഹുമാനപ്പെട്ട KT ബാപ്പുട്ടി മുസ്ലിയാർ അവർകൾ നമ്മുടെ ഈ നാടിൻ്റെ ജീവനാടിയാണ്. അള്ളാഹു തആല ആരോഗ്യത്തോടുകൂടുള്ള ദീർഘായുസ് നൽകട്ടെ. അള്ളാഹു ആ നടൽ നമുക്ക് നിലനിർത്തി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം ബഹുമാനപ്പെട്ടവരെ ആദരപുരസ്സരം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുദരിസ് അബ്ദുൽ സത്താർ അഹ്സനി ബഹുമാനപ്പെട്ടവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഖത്തീബ് പുത്തനങ്ങാടി ഖത്തീബ് ബഹുമാനപ്പെട്ട സുബൈർ ഫൈലി നമ്മുടെ വേദിയിലും സദസ്സിലും ഉടനെ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തെയും ഞാൻ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ കൊളത്തൂർ റേഞ്ചിൻ്റെ സെക്രട്ടറി സയ്യിദ് അലി മുസ്ലിയാർ, അതുപോലെ തന്നെ സുന്നി യുവജന സംഘം പുലാമന്തോൾ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് ദാരിമി, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സുന്നി യുവജന സംഘത്തിൻ്റെ പുലാമന്തോൾ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ഫൈലി, അദ്ദേഹത്തെയും ഈ യോഗത്തിൽ ഈ സമ്മേളനത്തിൽ സമാപന പരിപാടിയുടെ ഈ കർമ്മത്തിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്താൻ എത്തിച്ചേരുന്ന ബഹുമാനപ്പെട്ട ഷമീർ ദാരിമി കൊല്ലം, അദ്ദേഹത്തിൻ്റെ ഭാവത്തിൽ നമുക്കറിയാം അദ്ദേഹം അല്പസമയം കൊണ്ട് എത്തിച്ചേരും, ഞാൻ വിശദീകരിക്കുന്നില്ല. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ യോഗത്തിൽ സമാപന പ്രാർത്ഥന നടത്താൻ എത്തിച്ചേരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ മുദരിസീൻ സ്റ്റേറ്റ് ഉപാധ്യക്ഷനും പാലക്കാട് ജില്ലാ മുദരിസീൻ സംഘടനയുടെ പ്രസിഡൻറ്റുമായിട്ടുള്ള സയ്യിദ് അബ്ദുറഹ്മാൻ ജിഫ്രി ആമയൂർ, അദ്ദേഹത്തെയും യോഗത്തിലേക്ക് വളരെ ഹാർദവമായി അദ്ദേഹത്തിൻ്റെ ഭാവത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രവാസി സുഹൃത്തുക്കൾ, ധാരാളം പ്രവാസി സുഹൃത്തുക്കൾ വളരെ മജ്‌ലിസുൻ നൂറിൻ്റെ സദസ്സല്ലേ, ബദരീങ്ങളുടെ സദസ്സല്ലേ എന്ന് ഓർമ്മപ്പെടുത്തി ധാരാളം ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, അവരെയൊക്കെ ഓർക്കുകയും അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയും ഈ മജ്‌ലിസുൻ നൂറിൻ്റെ സദസ്സും ഈ പ്രഭാഷണവും എല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി
ഇവിടെ നമ്മൾ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് പറയുന്നത് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ വെറുതെ സമയം കളയുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ഷമീർ ദാരിമിയുടെ വിഷയവും സൈബർ യുഗത്തിൽ ബ്രോ എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ടവർ പറയും, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. SKICR സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന രൂപത്തിൽ ഇവിടെ ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. പ്ലേ സ്റ്റോറിൽ പോയാൽ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ SKICR എന്നടിച്ചാൽ അതിൻ്റെ ആപ്പ് ലഭ്യമാവുകയും അത് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ഈ കേരളത്തിൻ്റെയും മറ്റു പുറത്തുള്ളയും ദീനീ പരിപാടികൾ 24 മണിക്കൂറും 24 ഹവേഴ്സും അത് വർക്കിംഗ് ആണ്. ആ പരിപാടിയുടെ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അതിൻ്റെ പ്രവർത്തകരായിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങൾ ജിഫ്രി, അദ്ദേഹം ചെമ്മാടടുത്ത കൊടിഞ്ഞു സ്വദേശിയാണ്. വളരെ ആവേശത്തോടു കൂടി അദ്ദേഹം ഇവിടെ എത്തി അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വിദേശത്തുള്ള നമ്മുടെ കുട്ടികളൊക്കെ ലൈവായിക്കൊണ്ട് ഈ കാര്യം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും മറ്റു പരിപാടികളൊക്കെ തന്നെയും അതിൽ ലൈവ് ഉണ്ടാകും. സാധിക്കുന്നവർക്ക് അത് ഡൗൺലോഡ് ചെയ്യുകയും നന്മയുമായി സഹകരിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. യൂട്യൂബിലും ഓൺലൈൻ ക്ലാസ് റൂമിലും ഇതിന് സംവിധാനം ഒരുക്കിയിട്ടുള്ള ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ തങ്ങൾ ജിഫ്രി, അതുപോലെ തന്നെ സുഹൃത്തും ഈ ക്ലാസ് റൂമിൻ്റെയൊക്കെ സജീവ പ്രവർത്തകനുമായിട്ടുള്ള റഹ്മാൻ ചാപ്പനങ്ങാടി, അദ്ദേഹം സൗദി നാഷണൽ SKICയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഈ സമയത്തും അദ്ദേഹം കുറഞ്ഞ ലീവിലും നമ്മോടൊപ്പം ഈ പരിപാടി എത്തിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ വിദ്യാർത്ഥിക്ക് അവാർഡ് ഏറ്റുവാങ്ങും അദ്ദേഹത്തിൻ്റെ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാനു മുസ്ലിയാർ ഇസ്ലാമിക് കോംപ്ലക്സിലെ റഹീമികളാകാൻ വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പുത്തനങ്ങാടി ശുഹദ ഇസ്ലാമിക് ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ആത്മാർത്ഥമായി ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ പണ്ഡിതന്മാരെയും കാരണവന്മാരെയും പ്രത്യേകിച്ച് എൻ്റെ യുവാക്കളെയും പ്രത്യേകിച്ച് ഈ നാട്ടിലെ മുഴുവൻ സഹോദരങ്ങളെയും ബഹുമാനപ്പെട്ട മജ്‌ലിസ് നൂറിൻ്റെ സദസ്സിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള മുഴുവൻ സഹോദരിമാരെയും സഹോദരന്മാരെയും ഒറ്റവാക്കിൽ വളരെ ഹാർദവമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ ഞങ്ങൾക്ക് വലിയ പിന്തുണയാണ് നൽകിയിട്ടുള്ളത്, ഞങ്ങൾക്ക് വലിയ ആവേശമാണ് നൽകിയിട്ടുള്ളത്. തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ ഈ സഹകരണവും ഈ സഹായവും വലിയ ഒരു അമലായി സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയുമാണ്. ഒരിക്കൽ കൂടി ഈ സദസ്സിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ പുറത്തും മറ്റുമൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ ഈ സദസ്സിലേക്ക് കയറിയിരുന്നാൽ, മജ്‌ലിസ് നൂറിൻ്റെ സദസ്സാണ്, അതിലേക്ക് കയറിയിരുന്നാൽ ഇതൊരു മുബാറക്കായ ഒരു ബറക്കത്താക്കപ്പെട്ട സദസ്സാണ്. ഇത് ബദരീങ്ങളുടെ സദസ്സാണ്. മറ്റൊന്നും ഇതിൻ്റെ പിന്നിൽ ലക്ഷ്യമല്ല. മജ്‌ലിസ് നൂറിൻ്റെ ഒരേ ഒരു ലക്ഷ്യം, നമ്മൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞത് ചൊല്ലി ഇശയോടുകൂടി പിരിയുമ്പോൾ ഒന്നുമില്ല, ബദരീങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തി പാടുക എന്നല്ലാത്ത മറ്റൊന്നും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് സദസ്സിലേക്ക് മുഴുവൻ ആളുകളും കടന്നിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ സീറ്റുകൾ ധാരാളം ഒഴിവുണ്ട്, മുഴുവൻ ആളുകളും കടന്നിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ യോഗത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ട ബഹുമാനപ്പെട്ട ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈലി അദ്ദേഹം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവിടെയും എവിടെയുമൊക്കെ നിൽക്കുന്ന ആളുകൾ, നിങ്ങളൊക്കെ ഈ സദസ്സിലേക്ക് സീറ്റുകളൊക്കെ ഇവിടെയൊക്കെ ബാക്കിയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയും നിങ്ങളൊക്കെ ഈ സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന്, അതിൻ്റെ പുണ്യം കരഗതമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇവിടെ ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കുകയും പ്രത്യേകിച്ച് ഈ സ്ഥലം നമുക്ക് അനുവദിച്ചു തരികയും ചെയ്ത
ആ സഹോദരന്മാർക്കെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട ആനമങ്ങാട് ഉസ്താദ് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അധ്യക്ഷനെ സ്ഥാനശേഖർ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.